അറിഞ്ഞോ, നമ്മുടെ രവി സാറും ഭാര്യയും കൂടി സിനിമയ്ക്ക് പോയിട്ട് വരുന്ന വഴി 2 റൗഡികൾ ചേർന്ന് രവി സാറിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ആ വിവരം പത്രത്തിലുണ്ടായിരുന്നല്ലോ. ഞാനാണ് രവി. എന്താ ശരീരത്തെയല്ല, മനസ്സിനെയാണ് ഞാൻ സ്നേഹിച്ചത്. നീ ആത്മഹത്യ ചെയ്യരുതെന്ന്. നീ മരിച്ചാൽ പിന്നെ എനിക്കാരുമില്ല, എനിക്കാരുമില്ല എന്ത്, എനിക്കാരുമില്ല. എന്താ കാര്യം? ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ നിരവധിയാണ്. 317 ഇവരെ പിടിച്ചാത്താക്കി. ഹലോ രവി, ഒരാൾ അറസ്റ്റ് ചെയ്തു. കാർ നമ്പർ MMF 3532. പോലീസ് പിടിച്ചു. മിസ്റ്റർ രവി, നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. ശരിയാ, പക്ഷേ ഞാനും എന്റെ ഭാര്യയും വീണ്ടും അവഹേളിക്കപ്പെടാൻ മാത്രമേ ഈ കേസ് ഉപകരിക്കൂ. കഴിയുന്നതും കേസും ബഹളമൊന്നും ഇല്ലാതെ ഒതുക്കി തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലേ നല്ലത്. രവിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷേ ഇത്രയും വലിയ വൃത്തികേട് കാണിച്ച അക്രമികളെ വെറുതെ വിടുകയെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപരാധം. ഇനി മേലാൽ ഈ തെറ്റാരും ആവർത്തിക്കാൻ പാടില്ല. അതിനുവേണ്ടി കൂടിയാണ്. സാറിന് ഇഷ്ടം പോലെയാകാം. പക്ഷെ സാർ ഒന്നും ഓർക്കണം, കുറെ അക്രമികളാൽ അവമാനിതയാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഭർത്താവാണ് സാർ ഞാൻ. ആ ദുഃഖം ഒരുപക്ഷെ സാറിന് മനസ്സിലാവില്ല. ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് സാർ ഇത്. അതിനും പുറമെ കോടതിയിൽ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് വക്കീലന്മാർ കുത്തി കുത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ഞാനും എന്റെ ഭാര്യയും തലകുറിച്ച് നിൽക്കേണ്ടി വരും. മിസ്റ്റർ രവി, 20 വർഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സേവനമനുഷ്ഠിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടേ മതിയാവും. സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി വേദന അനുഭവിച്ചല്ലേ മതിയാവും. ഓക്കെ സാർ, സാർ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം. How is your wife? She's okay. ഇല്ല, ഞാൻ കോടതിയിൽ വരില്ല. ഇന്ദു, എന്നെ കൊണ്ട് വയ്യ രവീട്ട. ഞാൻ അനുഭവിച്ച വേദനകൾ പോരാഞ്ഞിട്ടാണോ ഇനി കോടതിയിൽ വെച്ചുകൂടി? ഇല്ല, ഞാൻ വരില്ല. അവരെ വെറുതെ വിടാൻ പാടില്ല ഇന്ദു. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. ലോകത്തൊരു സ്ത്രീക്കും ഇനി ഇങ്ങനെ സംഭവിച്ചുകൂടാ. അല്ലെങ്കിൽ നീ പറയൂ, ഞാൻ പോയി കൊന്നിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഞാൻ ഇവർക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ വന്നതാണ്. ഇതിലൊന്ന് ഒപ്പിട്ട് തന്നെ. ഗോപാലൻ നായരെ, അവനെ കൂടി ഇനി വിളിക്കൂ. സാർ. ഇതിലൊന്ന് ഒപ്പിട്ട് തന്നെ. താങ്ക് യു സർ. എത്ര രൂപ വേണേലും ആയിക്കോട്ടെ സാർ, പക്ഷെ നമുക്ക് കേസ് ചെയ്യിക്കണം. ഡോണ്ട് വറി, കേസ് ജയിക്കുന്ന കാര്യം ഞാനില്ല. പക്ഷെ നമുക്ക് ഏബിളായിട്ടുള്ള ഒരു സാക്ഷി വേണം. ഇവിടെ ഓൾ കേരള അബ്ദു എന്ന് പേരായ കള്ളസാക്ഷി പറയുന്ന ഒരാളുണ്ട്. ഓൾ കേരള അബ്ദു? അയാൾ എവിടെ ചെന്നാ കാണാൻ പറ്റും സാർ? മാർക്കറ്റിനടുത്ത് അവന്റെ വീട്. അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ അവന്റെ വീട് കാണിച്ചു തരും. അപ്പോൾ അവനെ പിടിച്ചാൽ മതിയല്ലോ. അത് ഞങ്ങളേറ്റു. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, എല്ലാം പറഞ്ഞതുപോലെ. നീയാണോടാ ആൾ കേരള അബ്ദു? അതെ, എന്താ കാര്യം? ഒരു കേസുണ്ട്, അതിന് സാക്ഷി പറയണം. കള്ളസാക്ഷി പറയുന്ന പണിയാൻ നിർത്തിയല്ലോ. ആർക്കാണെന്ന് അതിന്റെ വിചാരം? ഏത് ദേവേന്ദ്രനായാലും. ഇത് കൊച്ചു മുതലാളിക്ക് വേണ്ടിയാ. ഏതാണോ എന്റെ കൊച്ചുമുതലാളി? ഓഹോ, കൊച്ചു മുതലാളി ആരാണെന്ന് അറിഞ്ഞാലേ നീ പറയത്തുള്ളോ? അവന്റെ തന്ത വലിയ മുതലാളി ഉണ്ടല്ലോ, അയാൾ വിളിച്ചാൽ അബ്ദു വരികയല്ല, പിന്നെ അവന്റെ കൊച്ചുമുതലാളി. എങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും, അത് തീർച്ച. പട്ടികളെ, ഒരടി മുമ്പോട്ട് വെച്ച എല്ലാത്തിന്റെ മയ്യത്തേനെടുപ്പിക്കും. ചോര കൊണ്ടുപോടാ.
മറ്റന്നാളാണ് കേസ്. അബ്ദു എന്റെ ഇന്ദുവിന് വേണ്ടി കോടതിയിൽ സാക്ഷി പറയണം. പറയാം സാർ. ഇന്ന് വരെ ഞാൻ കള്ളസാക്ഷിയെ പറഞ്ഞിട്ടുണ്ട്. ഇന്നാദ്യമായി സാറിന് വേണ്ടി കോടതിയിൽ വന്ന് ഞാൻ യഥാർത്ഥ കാര്യങ്ങൾ പറയാം. സാർ ധൈര്യമായിട്ട് പോകും. നമുക്ക് കോടതി കാണാം. ഒന്ന് നിൽക്കണേ. റഹ്മാൻ മാഷല്ലേ? അതെ. എന്നെ അറിയാവോ? മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വലിയകുളങ്ങര സ്കൂളിൽ. കുറുപ്പശ്ശേരി നാരായണന്റെ മകൻ. നാരായണന്റെ മകൻ കൂടിയോ? അതെ. നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. സാർ ഇവിടെ? ഞാനിവിടെ ഈ ഓഫീസ് വരെ പോയതാ. വരും സാർ, എന്റെ വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ഉമ്മയുണ്ട്. നിന്റെ അമ്മ മരിച്ചു പോയില്ലേ? പിന്നെ ഈ ഉമ്മ? ഞാനിപ്പോ പഴയ ഗോപിയല്ല, അബ്ദു ആണ്. എന്നെ ഗോപിയായിട്ട് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഇവിടെ മാഷ് മാത്രമേ ഉള്ളൂ. നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനെല്ലാം പറയാം. അച്ഛൻ മരിച്ചതിന് ശേഷം വീട്ടിൽ അമ്മയും ഞാനും എന്റെ കൊച്ചു പെങ്ങളും മാത്രമായി. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദിവസം ഞാൻ നാട് വിട്ടു. കൈ വണ്ടിക്കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ടക്ടർ, എന്റെ പേഴ്സ് കാണല്ലേ? വണ്ടിക്കാരല്ലേ? എല്ലാവരും ഒന്ന് പരിശോധിക്കണം. ഇവരുടെ സഞ്ചി ഒന്ന് നോക്കിക്കളയാ. ഇതൊന്ന് നോക്കട്ടെ സാറേ. ഈ പൈസ ഇതാണോ? ജയിലിൽ നിന്ന് ഇറങ്ങി ഞാൻ തിരിച്ച് നാട്ടിൽ ചെന്നപ്പോ എന്റെ അമ്മയും പെങ്ങളും നാട് വിട്ടു. പല സ്ഥലങ്ങളിൽ ഞാൻ അവരെ അന്വേഷിച്ചു. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഞാൻ ഇവിടെ എത്തി. ഇവിടെ വെച്ച് ഒരു മുസ്ലിം കുടുംബമായി പരിചയപ്പെട്ടു. കുട്ടികളില്ലായിരുന്നവർ എന്നെ സ്വന്തം മകനെ പോലെ വളർത്തി. അവരെന്നെ അബ്ദു എന്ന് വിളിച്ചു. അന്നു മുതൽ ഞാൻ അബ്ദുവായി. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം നിന്റെ പെങ്ങളെ ആലുവായിൽ അനാഥാലയത്തിൽ കൊണ്ടാക്കിയത് ഞാനാണ്. അനാഥാലയത്തിലോ? അതെ മാഷേ, എനിക്ക് എന്റെ പെങ്ങളെ കാണണം. അനാഥാലയത്തിൽ നിന്ന് അവളെ വിളിച്ചോണ്ട് വന്ന് നല്ല നില വിവാഹം കഴിപ്പിച്ചയക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഇതുവരെ ജീവിച്ചതിന് അർത്ഥമുണ്ടാവും. എന്താ മോനെ ഈ കേക്കണത്? എവിടെയും മോനെ എന്റെ പെങ്ങള്? ആലുവായിൽ ഒരു അനാഥാലയത്തിൽ. അല്ലാ, ആരാ മോനെ എന്നോട് പറഞ്ഞത്? എന്നെ പഠിപ്പിച്ചൊരു സാറിനെ ഞാനിപ്പോ കണ്ടു. പുള്ളിക്കാരൻ പറഞ്ഞതാ. ഞാൻ നാളെ ആലുവയ്ക്ക് പോവാ. മോനോളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ. മക്കളില്ലാത്ത എനിക്ക് പടച്ചോണ്ടൊരു മോനെ തന്നു. ഇപ്പൊ ഒരു മോളെ. മോൻ നാളെ തന്നെ ആലുവായിക്ക് പോണം. ശരിയമ്മ, ഞാനിപ്പോ വരാം. എവിടെ പോണോ? എനിക്കിന്നൊരു കേസുണ്ടമ്മ. സാക്ഷി പറയാം. വേഗം വരണം.